കല്യാണം കഴിക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ കല്യാണപ്രായമായി അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു റാൻഡം പേഴ്സണെ നോക്കി കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. ഏറ്റവും ബാഡ് ഡിസിഷൻ ആണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ കല്യാണം കഴിക്കേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ ഇഷ്ടപ്പെട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ഒക്കെ ആയി കഴിയുമ്പോൾ ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഇനി ആ പേഴ്സന്റെ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യാമെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ കല്യാണം കഴിക്കുക. അല്ലാണ്ട് ഓക്കെ എനിക്കൊരു കല്യാണപ്രായമായി നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും നാട്ടിലുള്ള എല്ലാ മനുഷ്യന്മാരും എന്നോട് ചോദിക്കുന്നുണ്ട് കല്യാണം ആയില്ലേന്ന്. അതുകൊണ്ട് മാത്രം കല്യാണം കഴിക്കുന്നുണ്ടല്ലോ, ഏറ്റവും നിങ്ങളോട് തന്നെ ചെയ്യുന്നൊരു മണ്ടത്തരമാണ്. മനസ്സിലായോ? കാരണം ഈ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരൊക്കെ ഇത് പറയാനുണ്ടാവും കല്യാണം കഴിക്കുന്നില്ലേന്ന്. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ ജീവിക്കാൻ കൂടെ ഉണ്ടാവില്ല. ആൻഡ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളെ പറ്റി സംസാരിക്കണം. വെറുതെ ഫേവറേറ്റ് കളർ, ഫേവറേറ്റ് മൂവി, ഫേവറേറ്റ് അതൊന്നും അറിഞ്ഞിട്ട് കാര്യമുണ്ട്. പക്ഷെ അത് മാത്രം അറിഞ്ഞാൽ പോരാ. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് എന്താണ്, നിങ്ങൾക്ക് എത്ര കാലം കഴിയുമ്പോഴാണ് പിള്ളേരെ വേണ്ടത്, എത്ര പിള്ളേരാണ് വേണ്ടത്, ആൻഡ് എവിടെ ജീവിക്കാനാണ് താല്പര്യം, ആൻഡ് പാരന്റ്സിന്റെ കൂടെ ജീവിക്കാനാണോ താല്പര്യം, സ്വന്തമായിട്ട് ജീവിക്കാനാണോ താല്പര്യം, ആൻഡ് നിങ്ങളുടെ ഗോൾസ് എന്താണ്, ലൈഫിൽ എന്തൊക്കെയാണ്, നിങ്ങളുടെ പാരന്റ്സ് എങ്ങനെയാണ്, നിങ്ങളുടെ ഫാമിലി എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിക്കണം. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ചോദിക്കണം. ഗേൾസ് ഫൈനാൻഷ്യലി എത്ര അടിപൊളി ബോയ് ആന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ക്യാഷ് ആണ്. അവരുടെ ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവര് കല്യാണം കഴിച്ചിട്ട് പിന്നെ മാനം നോക്കി ഇരിക്കേണ്ടി വരും. സത്യം പറയാലോ, സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ നോക്കാതെ പിന്നെ നമുക്ക് കല്യാണം കഴിക്കാം. മനസ്സിലായോ? അല്ലാണ്ട് വെറുതെ റാൻഡമായിട്ട് ഒരു ആൾക്കാരെ പോയി കല്യാണം കഴിക്കരുത് പ്ലീസ്.